ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഹണിമൂൺ വ്ളോഗാണ് എൻ്റെ. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും ടൈമില്ല. എഡിറ്റ് ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ടല്ല, വീഡിയോ കിട്ടിയില്ല. അപ്പോൾ വീഡിയോ കിട്ടിയാലല്ലേ നമുക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ സർപ്രൈസായിട്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേന്ന് നമ്മൾ അവിടെ വന്ന് സ്റ്റേ ആയിരുന്നു. കാരണം പിറ്റേന്ന് നമുക്ക് രാവിലെ പോകേണ്ടതുകൊണ്ട് എറണാകുളത്ത് വരേണ്ട ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നു. എന്നിട്ട് രാവിലെ നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല പേടി, അതുപോലെ നല്ല എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടൻ്റെ ചേച്ചിയും അളിയനുമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ചെക്കിങ് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബോർഡിംഗ് പാസ് നമുക്ക് പോകേണ്ട ഫ്ലൈറ്റിൻ്റെ ഗേറ്റിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് ടൈമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ നല്ല പേടിയും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എല്ലാവരും ഒക്കെ സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ്. എനിക്കാണെങ്കിൽ ഉള്ളിൽ നല്ല പേടിയുണ്ട്, പക്ഷേ ഞാനൊന്നും പുറത്ത് കാണിക്കാതൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ഈ വീഡിയോ ഒന്നും ചിലതൊക്കെ ഭയങ്കരമായിട്ട് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേടിയിൽ നമുക്കതൊന്നും ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഫ്ലൈറ്റിനകത്ത് കയറിയിരുന്നു. അങ്ങനെ ഓരോരുത്തർക്ക് പറയുന്ന കേട്ടിട്ടുണ്ട് ചെവി ഊതി അടയ്ക്കും അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ കയ്യിൽ ചേട്ടൻ്റെ ഇങ്ങനെ നന്നായിട്ട് മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മണ്ടയ്ക്ക് ചെന്നിട്ട് നമ്മൾ ഈ മേഘത്തെയൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ കാണുന്ന പോലെയുള്ള ഫീലൊക്കെ ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസ് ഒക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര വലിയൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ദൂരെ നിന്നും വീട്ടിൽ നിന്നൊക്കെ കാണുന്ന പോലെ അല്ല എന്ന് മനസ്സിലായത് ഒരു നിമിഷമായിരുന്നു അത്. പിന്നെ നമ്മൾ 2 ഫ്ലൈറ്റ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് അവിടുന്ന് ഡൽഹിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ കുറച്ച് അധികം നേരം പോസ്റ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു അങ്ങോട്ടുള്ള. അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ നടന്ന് കറങ്ങി കണ്ടു. അവിടെ ഫുഡിനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര വിലയാണ്. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പം നമ്മൾ KFC കയറിയിട്ട് KFC കഴിച്ചു. എൻ്റെ ഫേവറേറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലായിടത്തും KFC ഒരേപോലെയൊക്കെ തന്നെ, ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവം KFC മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതല്ല. അത്ര അഫോർഡബിൾ അല്ല, എന്നാലും നമ്മളത് കഴിച്ചത്. ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ കാണാൻ അടിപൊളിയാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറേണ്ട ടൈമായി. ആ ഫ്ലൈറ്റിൽ കയറി കുറേ നേരം നമ്മൾ പോസ്റ്റായി, കാരണം കുറച്ച് ഡിലേ ആയതുകൊണ്ട്. പിന്നെ അതിനകത്തും ഈ സെയിം തന്നെ മറ്റേതിൽ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റിൽ കയറിയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അത്രയും പേടിയില്ലായിരുന്നു. രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറി കുറേ നേരം ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് മൂവ് ചെയ്തു. മറ്റേതിൻ്റെ തന്നെ പിന്നെ ചെറുതായിട്ടൊന്ന് ചെവി ഇങ്ങനെ അടയ്ക്കുന്ന പോലെ ഫീലൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ഒരുപാട് കറങ്ങിയാന്ന് തോന്നുന്നു നമ്മൾ ഫൈനൽ സ്ഥലത്തോട്ട് എത്തുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മളൊരു ബസ്സൊക്കെ കയറി മെട്രോയിൽ കയറാൻ വേണ്ടി പോവുകയാണ്. മെട്രോ പോയിട്ട് നമുക്ക് സരോജിനി മാർക്കറ്റിൽ പോകാൻ വേണ്ടിയാണ്. പക്ഷേ മെട്രോയിലൊന്നും പോയില്ല. നമ്മൾ ഒരു ടാക്സി വിളിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഈ ടാക്സി വിളിച്ച ഈ ഡ്രൈവറിന് ഈ സരോജിനി മാർക്കറ്റ് അറിയത്തില്ല. അപ്പം നമ്മളാണ് ഈ പുള്ളിക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മളാണെങ്കിൽ പോയാലും ഈശ്വര എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി നമ്മൾ വഴി പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ഫൈനലി സരോജിനി മാർക്കറ്റിലെത്തി. അപ്പം നമുക്ക് ആ പോകേണ്ട സ്ഥലത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഭയങ്കര തണുപ്പിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടി കോട്ടൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പം നമ്മൾ കോട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സരോജിനി മാർക്കറ്റിൽ ചെന്നു. അവിടുന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ മെട്രോയിൽ കയറി. എന്നിട്ട് നമുക്ക് കയറേണ്ട ബസ്സിൻ്റെ ലോഞ്ചിലോട്ട് പോകണം. നമ്മൾ ബസ്സിൽ കയറി കിടന്നുറങ്ങിയെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ബസ്സായിരുന്നു. നമ്മൾ രാവിലെ എണീച്ചപ്പം കാണുന്നത് നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയേക്കുകയാണ്. അപ്പോൾ അവിടെ ചായ കുടിക്കാനും ബ്രഷ് ചെയ്യാനും വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ട്രാവൽ തുടങ്ങി.
ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തി. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മണാലിയിലാണ്. അപ്പോൾ നമ്മുടെ കൂടുതൽ വീഡിയോസൊക്കെ വഴിയെ വരും. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു ടാക്സി വിളിച്ചിട്ട് റൂമിലോട്ട് പോയി. നമ്മൾ പാക്കേജിങ് ആയിട്ടൊന്നും അല്ല പോയത്, നമ്മൾ തന്നെത്താനെയാണ് പോയത്. അതുകൊണ്ട് തന്നെ റൂമൊക്കെ കണ്ടുപിടിക്കണമായിരുന്നു. അതിനുവേണ്ടി പിന്നെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ടാക്സിയൊക്കെ വിളിച്ചിട്ട് ആ ടാക്സിക്കാരൻ തന്നെ നമുക്ക് റൂമൊക്കെ സെറ്റാക്കി തന്നു. അപ്പോൾ നമ്മൾ ആ റൂമിലോട്ട് പോവുകയാണ്. ആദ്യമായിട്ട് നമുക്കറിയത്തില്ലല്ലോ സ്ഥലമൊന്നും, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിലൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ ചെന്നു. ഫ്രഷൊക്കെ ആയതിന് ശേഷം നമ്മൾ വെളിയിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞു, വ്ളോഗൊക്കെ എടുക്കുന്നില്ലേടി, എന്തെങ്കിലുമൊക്കെ പറ. അങ്ങനെ ഞാൻ ചുമ്മാ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ മഞ്ഞൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു വ്ളോഗ് എടുത്തതാണ് ഞാൻ അങ്ങോട്ട് നടക്കുന്നതെന്ന്. അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ആ വോയിസൊക്കെ ഭയങ്കര ബോറായതുകൊണ്ട് ഞാൻ അതെല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സ്ഥലമൊക്കെ സൂപ്പറാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ താഴ്വശത്തോടുള്ള റോഡാണിത്. അപ്പോൾ നമ്മൾ അതുവഴി നടന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊരു ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലം, ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. നമ്മളവിടെ പോയി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞാനും എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. നല്ല ഒടുക്കത്തെ തണുപ്പൊന്നും അന്നത്തെ ദിവസം ഇല്ലായിരുന്നു. പക്ഷെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ തന്തൂരി റൊട്ടിയും ബട്ടർ ചിക്കനും ആണ്. അത് സൂപ്പറായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ ടേസ്റ്റ് നാവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് അടുത്ത പാട്ടിലിടാം. ടാറ്റ ബൈ ബൈ, സീ യു.